ഇന്ന് കുറച്ചധികം പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. സോ അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. പിന്നെ അനിയനി പെരുന്നാക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. നമ്മളിപ്പോഴും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യൽ ഈ സൂപ്പർ മാർക്കറ്റിലാണ്. സോ നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ പഴം വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്ക് കുറച്ച് അപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പഴമൊക്കെ വാങ്ങി. അതിൽ കള്ളനുണ്ട്, കള്ളൻ ബാക്കിൽ റോസ് കുപ്പായിട്ട്. പഴം വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസ് ജീപ്പിൻ്റെ ഉള്ളിലെ കള്ളൻ്റെ കുപ്പായത്തിൻ്റെ കളർ വരെ എൻ്റെ അനിയത്തി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിൽ കൂടെ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഫുഡ് ക്രേവിങ്സ് ആൾക്ക് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അവൾ വാങ്ങി വെക്കുന്നുണ്ട്. ഉമ്മാനെ സോപ്പിട്ട് കുറേ സാധനങ്ങൾ അവൾ വാങ്ങാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. ഈ ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി എന്നെ നോക്കി കരയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വാങ്ങി തന്നില്ല. പിന്നെ നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി കുനാഫ ഡോ നോക്കിയതാണ്. അതിൻ്റെ പ്രൈസ് കണ്ട സമയത്ത് നമ്മൾ നേരെ തിരിച്ച് അവിടെ തന്നെ വെച്ചു. പിന്നെ ഡയറി മിൽക്കൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഇതോടെ അവസാനിച്ചു. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് അപ്പത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. ചുളിവിൽ എൻ്റെ അനിയത്തി കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പിച്ചു. പിന്നെ നമ്മൾ നേരെ ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു സ്ക്രീൻ കാർഡ് ഇടാനുണ്ടായിരുന്നു. പിന്നെ കവറും കൂടി വേണമായിരുന്നു, പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ 2-3 ഷോപ്പിൽ പോയി, അവിടെ നിന്നും കിട്ടിയില്ല. നമ്മൾ തിരിച്ചു വന്നു. പിന്നെ അനിയനി പെരുന്നാക്കിൽ ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മളൊരു ക്രീം കളർ ടീഷർട്ടിൽ ഉറപ്പിച്ചു. പിന്നെ ഗൈസ് ഈ ഒരു സ്റ്റെയർ കയറി പോകാൻ വേണ്ടി ഭയങ്കര പണിയായിരുന്നു. അതൊക്കെ പോട്ടെ. പിന്നെ ഉമ്മക്ക് കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.